ഇന്ത്യ റഷ്യ ഇടപാടുകൾ അതൃപ്തിയോടെ കാണുന്ന യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്ക് ചുമത്തിയ 50% നികുതി ഇന്നും നിലനിൽക്കുകയാണ്. റഷ്യൻ ബന്ധം തുടരുന്നവർക്ക് 500% നികുതി ചുമത്തുമെന്ന ഭീഷണിയും ട്രംപ് നൽകിയിരുന്നു. കുറച്ചു കാലങ്ങളായി ഇന്ത്യ യുഎസ് ബന്ധം കൂടുതൽ വഷളായിട്ടുണ്ട്. ഇരു രാജ്യങ്ങൾക്കുമിടയിൽ ഒരു വ്യാപാര കരാറിനുള്ള ചർച്ചകൾ ആരംഭിച്ചിട്ട് കാലങ്ങളായി. എന്നാൽ ഇതുവരെ ധാരണയായില്ല. എന്നാൽ വർദ്ധിച്ചു വരുന്ന നികുതി ചർച്ചയ്ക്കിടെ ഇന്ത്യക്കും യുഎസിനും ഇടയിൽ ഒരു വമ്പൻ പ്രതിരോധ കരാർ യാഥാർത്ഥ്യമാകുന്നു എന്ന് പറഞ്ഞാൽ നിങ്ങൾ സമ്മതിക്കുമോ? എന്നാൽ അങ്ങനെയൊന്നുണ്ട്. കൂടുതൽ അറിയാം. ഞാൻ ഗ്രീഷ്മ. ഇന്ത്യയുടെ കരുത്ത് എന്ന് പറയുന്നത് തന്നെ വിവിധ സേനകളുടെ ശക്തിയാണ്. ഇന്ത്യൻ നാവികസേനയുടെ കുന്തമുനിയായ MH-60R സീഹോക്ക് ഹെലികോപ്റ്ററിനെ നവീകരിക്കാനുള്ള ബ്രഹ്മാണ്ഡ കരാറാണ് ഒപ്പിട്ടിരിക്കുന്നത്. ആഗോളതലത്തിൽ റോമിയോ എന്നറിയപ്പെടുന്ന ഹെലികോപ്റ്ററാണിത്. ഈ കരാർ ഇന്ത്യ യുഎസ് ബന്ധത്തിലെ ഒരു പ്രധാന ചാലക ശക്തിയായി പലരും വിശേഷിപ്പിക്കുന്നു. ഇതോടെ ഇന്ത്യയും യുഎസും തമ്മിലുള്ള ബന്ധം കൂടുതൽ കരുത്താർജിക്കുമെന്ന് കരുതുന്നു. റിപ്പോർട്ടുകൾ പ്രകാരം യുഎസ് പ്രതിരോധ കമ്പനിയായ ലോക്ക്ഹീഡ് മാർട്ടിൻ നിർമ്മിക്കുന്ന 24 MH-60R സീഹോക്ക് ഹെലികോപ്റ്ററുകളെ പിന്തുണയ്ക്കുന്നതിന് ഏകദേശം 7,995 കോടി രൂപയുടെ കരാറിന് ഇന്ത്യൻ പ്രതിരോധ മന്ത്രാലയം അംഗീകാരം നൽകിയിട്ടുണ്ട്. ഇനി എന്താണ് ആ കരാർ എന്ന് നോക്കാം. ഇന്ത്യൻ നാവികസേനയുടെ സമുദ്രശേഷി കൂട്ടുകയും യുഎസുമായും പ്രാദേശിക പങ്കാളികളുമായും പരസ്പര പ്രവർത്തനക്ഷമത വർദ്ധിപ്പിക്കുകയും ചെയ്യാൻ ഉതകുന്ന തരത്തിലുള്ളതാകും ഈ കരാർ. 24 MH-60R സീഹോക്ക് ഹെലികോപ്റ്റർ സംവിധാനങ്ങളുടെ രൂപകൽപ്പന, ഉൽപാദനം, പരിപാലനം എന്നിവയിൽ യുഎസ് ഇന്ത്യൻ നാവികസേനയെ സഹായിക്കും. 5 വർഷമാണ് കരാറിന്റെ കാലാവധി. ഇന്ത്യ ഭാവി ദൗത്യങ്ങൾ മുന്നിൽ കണ്ടുകൊണ്ടാണ് ഈ നീക്കം നടത്തുന്നത്. 2025 മുതൽ 2030 വരെ നീണ്ടു നിൽക്കുന്ന ഈ കരാറിനായുള്ള ലെറ്റർ ഓഫ് ഓഫർ ആൻഡ് അക്സെപ്റ്റൻസിൽ ഇരു രാജ്യങ്ങളും ഒപ്പുവെച്ചിട്ടുണ്ട്. അമേരിക്കയും ഇന്ത്യയും ഒപ്പിട്ടിരിക്കുന്ന കരാർ ഒരു ഫോളോ ഓൺ സപ്പോർട്ട് കരാറാണ്. ഈ കരാറിന്റെ ഭാഗമായി സീഹോക്ക് ഹെലികോപ്റ്ററുകൾക്ക് ആവശ്യമായ സ്പെയർ പാർട്സുകളും സപ്പോർട്ട് ഉപകരണങ്ങളും നൽകുകയും പൈലറ്റുമാർ, ക്രൂ അംഗങ്ങൾ എന്നിവർക്കുള്ള പരിശീലനം, സാങ്കേതിക പിന്തുണ എന്നിവ അമേരിക്ക നൽകും. ഇരു രാജ്യങ്ങൾക്കുമിടയിൽ ദീർഘകാല പ്രവർത്തന സന്നദ്ധത മെച്ചപ്പെടുത്തുക, യുഎസ് സേനകളുമായുള്ള പരസ്പര പ്രവർത്തനക്ഷമത ശക്തിപ്പെടുത്തുക, ഇന്ത്യൻ മഹാസമുദ്ര മേഖലയിലെ സമുദ്ര സുരക്ഷ വർദ്ധിപ്പിക്കുക എന്നിവയാണ് കരാറിന്റെ പ്രധാന ലക്ഷ്യങ്ങൾ. എല്ലാത്തരം കാലാവസ്ഥയിലും മികച്ച ശേഷിയോടെ പ്രവർത്തിക്കാൻ ഈ ഹെലികോപ്റ്ററുകൾക്ക് സാധിക്കും. ഹെലികോപ്റ്റർ ശ്രേണിയിലെ ഏറ്റവും ശക്തമായ മോഡലുകളിൽ ഒന്നാണ് MH-60R സീഹോക്ക് ഹെലികോപ്റ്ററുകൾ. അന്തർവാഹിനി വിരുദ്ധ യുദ്ധം, ഉപരിതല വിരുദ്ധ ദൗത്യങ്ങൾ, രക്ഷാപ്രവർത്തനം, നിരീക്ഷണം എന്നിവ ഇതിലൂടെ സാധ്യമാകും. ദീർഘദൂര സെൻസറുകളും അനുയോജ്യമായ ആയുധങ്ങളും ഇതിൽ സജ്ജീകരിക്കാം. അന്തർവാഹിനികൾ കണ്ടെത്താനും കടൽപാതകളെ സംരക്ഷിക്കാനും കാരിയർ ഗ്രൂപ്പുകളെ പിന്തുണയ്ക്കാനും സമുദ്ര ഭീഷണികൾക്ക് മറുപടി നൽകാനും MH-60R സീഹോക്ക് ഹെലികോപ്റ്ററിന് കഴിയും. ഇതൊരു മൾട്ടി റോൾ ഹെലികോപ്റ്ററാണ്. 2020 ഇന്ത്യയും അമേരിക്കയും ഒപ്പുവെച്ച കരാറിന്റെ ഭാഗമായാണ് അമേരിക്ക ഇന്ത്യക്ക് ഈ ഹെലികോപ്റ്ററുകൾ നൽകിയത്. 2021 മുതൽ ഇന്ത്യൻ നാവികസേനയുടെ പ്രധാന ആയുധങ്ങളിൽ ഒന്നാണിത്. ഭാരം കുറഞ്ഞ ടോർപിഡോകൾ, മെഷീൻ ഗണ്ണുകൾ എന്നിവ വഹിക്കാൻ ഇവയ്ക്ക് സാധിക്കും. ശത്രുതാപരമായ ഉപരിതല ലക്ഷ്യങ്ങളെ തിരിച്ചറിയാനും ഇടപഴകാനും നിർവീര്യമാക്കാനും ഈ ഹെലികോപ്റ്ററുകൾക്ക് സാധിക്കും. നൂതന റഡാർ, ഇലക്ട്രോ ഓപ്റ്റിക്കൽ സംവിധാനങ്ങൾ എന്നിവ ഇതിലുണ്ട്. എന്തുതന്നെയായാലും ഈ കരാറോടെ ഇന്ത്യയും അമേരിക്കയും കൂടുതൽ സൗഹൃദത്തിലാവുകയും ഇന്ത്യ മികച്ച ശക്തിയായി ലോകരാജ്യങ്ങൾക്ക് മുന്നിൽ നിലകൊള്ളുകയും ചെയ്യും.